വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് നമുക്കൊരു മഷ്റൂം മസാല തയ്യാറാക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. മഷ്റൂം മസാല തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, 5 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ ജീരകം, 5 ഗ്രാമ്പൂ, ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്നൊന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം വേണം ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ. ഇനി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇവിടെ വിൻ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ട വെച്ചിരിക്കുന്നത് കേട്ടോ. ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലപ്പൊടികളില്ലേ, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എക്സ്ട്രാ മസാലയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൂണും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അഡീഷണലി വെള്ളം ചേർക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. മഷ്റൂമിന് എന്തായാലും വെള്ളം ഇറങ്ങും. മൂടി വെച്ച് കുക്ക് ചെയ്യാം. മീഡിയം ടു ലോ ഫ്ലെയിം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി വന്നുകൊണ്ട് ആവശ്യമുള്ള വെള്ളമൊക്കെ നമ്മുടെ മഷ്റൂം തന്നെയുണ്ട്. കുറച്ച് ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതോടെ സ്റ്റോപ്പ് ചെയ്യാം. ഗ്രേവി വേണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ അല്ലേ? വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി മസാലയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു പെർഫെക്റ്റ് കോമ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കണം കേട്ടോ കമൻസിലൂടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പീസ് കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുള്ളൂ. കൂടെ ബെൽ ബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്ത് വെച്ച് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.